അമ്മായിയമ്മയുടെ പരദൂഷണവും അതിൽ സഹികെട്ട ഒരു മരുമകളുടെ ജീവിതമാണ് ഇന്നത്തെ കഥ. രാത്രി തൻ്റെ കറുത്ത മൂടുപടം വീശി വീട് മുഴുവന് മൂടിയിരുന്നു. കാറ്റിൻ്റെ പിന്നിലോലമായ സംഗീതവും പഴയ വിളക്കിൻ്റെ മങ്ങിയ തെളിച്ചവും മാത്രം മുറിയിൽ ജീവൻ്റെ അടയാളായി. അമ്മായിയമ്മ ഭാനുമതി പതിവ് പോലെ കിടപ്പുമുറിയിലെ വാതിൽ വന്ന് ചുമച്ചുകൊണ്ട് പറഞ്ഞു, വിനോദേ, നിന്റെ ഭാര്യ അത്ര നല്ല ആളല്ല. ഞാൻ കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളാണ് അവൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാവിലെ മുതൽ അവൾക്കിവിടെ എന്നാ പണിയാ? ചുമ്മാ. ആ ശബ്ദം ചെവിയിൽ പതിയുമ്പോൾ വിനോദിൻ്റെ മനസ്സ് വിഷം കുടിച്ചതുപോലെയാവും. അനുപമയുടെ കണ്ണിലെ നിർദോഷച്ചായ വിശ്വസിക്കണമോ, അമ്മയുടെ വാക്കുകളുടെ കടുത്ത അഗ്നി ഉൾക്കൊള്ളണമോ, വിനോദിൻ്റെ ഉള്ളിൽ അനന്തമായ പോരാട്ടം തുടങ്ങും. പക്ഷെ സംശയത്തിൻ്റെ വിത്ത് വളരാൻ അധികം സമയം വേണ്ടി വന്നിരുന്നില്ല. അമ്മയുടെ ചൂട് പിടിച്ച് അവനും ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തുടങ്ങി. അനുപമയുടെ ചിരി സംശയമായി, ഫോൺ കോൾ കുറ്റായി, വൈകി എഴുന്നേൽക്കുന്നത് പോലും പാവായി. വാക്കിൻ്റെ വെട്ടും കൈയുടെ വെടിയും അടിയും മനസ്സിൽ തീയും എല്ലാം കൊണ്ട് അവളെ നന്നായിട്ട് അവർ രണ്ടുപേരും കൂടി പീഡിപ്പിച്ചു തുടങ്ങി. അവൾ ഭക്ഷണം കഴിക്കുന്നതിന്, അവൾ വസ്ത്രം മാറുന്നതിന്, തൊട്ടതിനും എടുത്തതിനൊക്കെ കുറ്റങ്ങളായി. കാലത്തിൻ്റെ ചക്രം അങ്ങനെ തിരിഞ്ഞപ്പോൾ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വിനോദിന് മാരകമായിട്ടുള്ള ഒരു രോഗം പിടിപെട്ടു. ശരീരം വല്ലാതെ ക്ഷയിച്ചു തുടങ്ങി. ആത്മവിശ്വാസമൊക്കെ തകർന്നു. വേദനയുടെ മലവെള്ളം അവനെ വിഴുങ്ങി. അവന് ശരിക്കും ജോലിക്ക് പോകാൻ പറ്റാതായി. വീട് മുഴുവൻ പട്ടിണിയിലേക്ക് പോകുന്നൊരവസ്ഥയായി. ഇപ്പോഴാണ് ഭാര്യയ്ക്ക് പ്രതികാരം കാണിക്കാനുള്ള ഒരു സമയമെന്ന് അവൻ വിചാരിച്ചു. അവൻ നൽകിയ ഓരോ വേദനയും അവൾ തിരിച്ചു കൊടുക്കുന്നത് അവൻ കാത്തിരുന്നു. പക്ഷെ സംഭവിച്ചത് അതിൻ്റെ നേരെ വിരുദ്ധമായിരുന്നു. അനുഭവ തൻ്റെ ലോകം മുഴുവനും ഭർത്താവിൻ്റെ കിടപ്പുമുറിക്കുള്ളിലാക്കി. അവള് ജോലിക്ക് പോയി കുടുംബം നോക്കാൻ തുടങ്ങി. അവന് സമയാസമയത്തിന് മരുന്നും ഭക്ഷണവും സ്നേഹപൂർവ്വം നൽകാൻ തുടങ്ങി. എല്ലാം അവളുടെ കൈകളിൽ നിന്നും ഒഴുകി ഒഴുകി അവനിലേക്കെത്തി. രാത്രികളിലൊക്കെ അവൾ ഉറക്കം നഷ്ടപ്പെടുത്തി അവൻ്റെ അരികിൽ കാവലിരുന്നു. വേദനയിൽ കരഞ്ഞപ്പോൾ കണ്ണുനീരിൽ അവൻ്റെ വേദന കഴുകി മാറ്റി അവനോടൊപ്പം സമയം ചെലവഴിച്ചു. ഒരു രാത്രിയിൽ വേദനയുടെ കൊടുങ്കാറ്റിൽ മുഴുകിക്കിടന്ന വിനോദിൻ്റെ നെറ്റിയിൽ ഭാര്യയുടെ കൈ സ്പർശിച്ചുകൊണ്ടേയിരുന്നു. തണുത്ത ചന്ദനത്തിൻ്റെ സൗരഭ്യം പോലെ ആ സ്പർശനം അങ്ങനെ നീണ്ടുന്നു. അവൾ ശാന്തമായിട്ട് പറഞ്ഞു, വിനോ, നീ എന്നെ എത്ര ഉപദ്രവിച്ചാലും എൻ്റെ ഹൃദയം നിന്നെ വിട്ടുമാറിയിട്ടേയില്ല വിനോദ. വിനോദേട്ടനെ ഞാൻ അത്രയേറെ സ്നേഹിച്ചിരുന്നു. അവളുടെ വാക്കുകൾക്കൊപ്പം വിനോദിൻ്റെ കണ്ണുനീരിൽ പഴയ ക്രൂരതകളെല്ലാം പൊളിഞ്ഞു വീണു. ആ നിമിഷം തിരിച്ചറിഞ്ഞു, അമ്മയുടെ വർത്തമാനം ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ശാപമായിരുന്നു എന്ന്. ഭാര്യയുടെ സ്നേഹം തൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിരുന്നു എന്ന്. എല്ലാം അമ്മ പറഞ്ഞത് ശരിയായിരുന്നില്ല എന്ന്. രോഗത്തിൻ്റെ ഭാരം അല്പം കുറഞ്ഞപ്പോൾ രാത്രി മഴ പെയ്തുകൊണ്ടിരുന്നു. വൈദ്യുതി പോയി. ദീപത്തിൻ്റെ മന്ദ വെളിച്ചത്തിൽ ഇരുവരും തമ്മിൽ ചേർന്നിരുന്നു. അനുപമയുടെ തല അവൻ്റെ നെഞ്ചിൽ പതിഞ്ഞപ്പോൾ വിനോദിൻ്റെ ഉള്ളിൽ നഷ്ടപ്പെട്ട എല്ലാ ചൂടും വീണ്ടും പിറന്നു. അവർ വീണ്ടും കണ്ടുമുട്ടുന്നത് പോലെ പ്രണയത്തിൻ്റെ ജ്വാലയിലും രതിയുടെ ചൂടിലും രോഗബാധിതനായാലും അവരുടെ ഹൃദയങ്ങൾ വീണ്ടും ഒന്നായി. എല്ലാം നല്ല വഴിയിലേക്ക് നീങ്ങുമ്പോൾ ആശുപത്രിയിലെ ഡോക്ടർ പറഞ്ഞു, വിനോദിൻ്റെ രോഗം വേഗത്തിൽ കൂടി വരികയാണ്. പക്ഷെ ഒരു വലിയ ശസ്ത്രക്രിയ കൊണ്ട് നമുക്ക് രക്ഷിക്കാൻ കഴിയും. അത് പക്ഷെ അപകടകരമാണ്. ആ അപകടം ഏറ്റെടുക്കാൻ മുന്നോട്ട് വന്നത് അനുഭവം തന്നെയായിരുന്നു. സ്വന്തം ജീവൻ പോലും പണയം വെച്ച് ഭർത്താവിൻ്റെ ജീവൻ രക്ഷിക്കാൻ അവൾ തീരുമാനിച്ചു. ശസ്ത്രക്രിയ വിജയകരമായിട്ട് പൂർത്തിയാക്കിയിട്ട് വിനോദ് തിരിച്ചെത്തും. അവൻ ഭാര്യയുടെ കൈപിടിച്ച് കണ്ണീരോടെ പറഞ്ഞു, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റ് അമ്മയുടെ വർത്തമാനം വിശ്വസിച്ചതാണ്. പക്ഷേ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എൻ്റെ ഭാര്യയായ നീയാണ്. അനുപമയുടെ കണ്ണീരിനിടയിലുള്ള ഒരു ചിരിയുണ്ടായിരുന്നു. സത്യസ്നേഹത്തിൻ്റെയും വിജയഗാഥയായിട്ട് അവരെ വീണ്ടും പുതിയൊരു ജീവിതത്തിലേക്ക് അങ്ങനെ നയിച്ചു കൊണ്ടേയിരുന്നു. അവരിപ്പം നല്ല സന്തോഷം നിറഞ്ഞ ഒരു കുടുംബമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. വീണ്ടും പുതിയൊരു കഥയായിട്ട് കണ്ടുമുട്ടാം.